സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അന്ന് എന്താ ലാസ്റ്റ് എടുത്തത് വെക്ടർ അല്ലേ? വെക്ടർ അൽജിബ്ര. ഫുള്ള് കഴിഞ്ഞോ? ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഇക്വേഷൻ എന്താ? A cap is equal to vector A divided by magnitude of vector. അപ്പോൾ യൂണിറ്റ് വെക്ടർ സം ഓഫ് ദിസ് വെക്ടർ. അപ്പോൾ എ പ്ലസ് ബി കൂട്ടാ അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, അറിയില്ല? കൊലീനിയർ ആയാൽ കണ്ടീഷൻ അറിയില്ല. എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കൂട്ടോ. എമ്മിന്റെ വാല്യൂ ഇത് ഫസ്റ്റ് 3 പോയിന്റ് വരും. ഓക്കെ. അപ്പോൾ എ ബി എ സി കണ്ടുപിടിക്കാം. ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി അപ്പുറം. ഓക്കെ, ഏരിയ ഓഫ് ദ പാരലോഗ്രാം കണ്ടുപിടിക്കാൻ അറിയോ? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഈ വെക്ടർ ഫസ്റ്റത്തെ ഈ വെക്ടർ എന്തൊക്കെയാ? ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. അത് ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ്. ഇത്രയേ ഉള്ളൂ വെക്ടറിൽ മെയിൻ ആയിട്ട്. പ്രീവിയസ് ഇയർ ചെയ്തോ. നമുക്ക് 3D സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ വെക്ടർ 3D ആകുമ്പോൾ വരും എത്ര? i plus j plus k വരും. മനസ്സിലായില്ലേ? അത് നമ്മള് കഴിഞ്ഞ കൊല്ലോ പ്ലസ് 11th സ്റ്റാൻഡേർഡിൽ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടില്ലേ? ഓർമ്മ ഉണ്ടോ? P Q x1 y1 z1 y2 z2. ഇതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? root of x2 minus x1 the whole square plus y2 minus y1 the whole square. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടും.
ആ ഇനി എ ബി സി ഇങ്ങനെ ഇരിക്കും. എ ബി സി, ബിന്റെ ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ ലൈൻ at L, M and N are the direction cosine. Direction. അപ്പോൾ ഇങ്ങനെ വരും L by A M by B അടുത്ത പറഞ്ഞ N by C. ഇതെല്ലാം ഈക്വൽ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് L by A equal to K എന്ന് എഴുതാം, L equal to AK എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് പഠിച്ചൊന്നും കണ്ടോ, ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ കേന്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇത് പഠിക്കണേ, എൽ സ്ക്വയർ പ്ലസ് ഇത് 1 ആയിരിക്കും. ഇതൊക്കെ MCQ ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ ഇത് നമ്മള് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുമ്പോൾ കേന്റെ വാല്യൂ എത്ര കിട്ടും പറയാം. K is equal to plus or minus 1 by root A square plus B square plus C square. L square plus M square plus N square മുകളിൽ വരാം. ഇത് 1 ആവും. ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. ഇനി അപ്പോൾ 3D നമുക്ക് ലൈൻ സെഗ്മെന്റ് തരാട്ടെ, ഒരു 2 പോയിന്റ് വരും. അതായത് ഇതിന് പറഞ്ഞ പോയിന്റ് X1, Z1, Y2, Z2. ഇത് ലൈൻ സെഗ്മെന്റ് ആണ് കേട്ടോ. ഒരു X2 minus X1, Y2 minus Y1, Z2 minus Z1 ഇങ്ങനെ തരാം. അല്ലെങ്കിൽ X1 minus X2 കേട്ടോ, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. കൊസൈൻ, ഡയറക്ഷൻ കൊസൈൻ ഉണ്ട്. ഡയറക്ഷൻ കൊസൈൻ, കോസിന്റെ കോസ് എടുക്കുവായിരുന്നു കേട്ടോ. ഇതിപ്പോ 3D ആകുമ്പോൾ ചിത്രം ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. XYZ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചു. അപ്പോ ഇതിന്റെ എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, ഓക്കെ. വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ബീറ്റ എടുക്കാം, സെഡ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമ എടുക്കും. അപ്പൊ കോസ് ആൽഫ എന്ന് വെച്ചാല് X2 minus X1 divided by a distance P2. ഇത് P ഓക്കെ അല്ലേ? അപ്പൊ കോസ് ബീറ്റ Y2 minus Y1 divided by P2. കോസ് ഗാമ Z2 minus Z1 divided by P2. കോസൈൻ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻ പ്രോബ്ലം ചെയ്യാം. Find the direction cosine. ഞാൻ DC ചെയ്തിട്ടോ. Is the line passing through the point passing through the point 2 point ആണ്.
minus 2, 4, minus 1. And 1, 2, 3. ഇതിന് 3Dയിലുള്ള 2 പോയിന്റ് തന്നിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. എല്ലാം ഇങ്ങനെ സിംഗിൾ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. x2 minus x1 by p2, y2 minus y1 divided by p2, z2 minus z1 divided by p2. ഇതാണ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് pq കണ്ടുപിടിച്ചാൽ pq ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? എന്നിട്ട് 3/√77. pq √77. pq √77. 3/√77 minus 2/√77. 8/√77. ഇനി ഇങ്ങനെ വന്നതിനാൽ എങ്ങനെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കും? അതിന്റെ വാല്യൂ എടുക്കണം. ഇത് L is equal to cos alpha, M is equal to cos beta, N is equal to cos gamma. Alpha beta gamma ആണ് ആംഗിൾ ആണ്. L എന്ന് വെച്ചാൽ cos 90. cos 90 എത്ര? N is equal to cos 3/2. ഓക്കെ അല്ലേ? നമ്മൾ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഇൻ സ്പേസ് സാധാരണ 2D ഇക്വേഷൻ എങ്ങനെ എഴുതാം? x2 minus x1 y2 minus y1 ax plus by plus c equal to 0. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു 2 ഡയമെൻഷൻ പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് മനസ്സിലാക്കുന്നത്. ഇത് വേറെ രീതിയിൽ ഇത് y is equal to mx plus c. passing through origin. M is the slope. ഇവിടെ 3D കൂടി വരുമ്പോൾ എന്താവും? ഇത് z ആഡ് ഇത് x y. ഓക്കെ, equation of സ്പേസ് എന്ന് വെച്ചാൽ എന്താ? 3D.
മനസ്സിലാവുന്ന അറിയില്ല അവർക്ക് എക്സ് വൈ സെഡ് ഇതിലോട്ടൊരു ലൈൻ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ വെക്ടർ. ഓക്കെ, ഏന്ന് പറഞ്ഞാൽ വേറെ വെക്ടർ ആണ് കേട്ടോ. ഇത് പറഞ്ഞാൽ വേറെ വെക്ടർ. ഇല്ല എഴുതാൻ ഇക്വേഷൻ കേട്ടോ. ടെക്സ്റ്റിൽ ബി എന്നിങ്ങനെ എഴുതിക്കോ. ടെക്സ്റ്റിൽ ഇങ്ങനെ എ പ്ലസ് ബി പ്ലസ് സി. കാർട്ടീഷ്യൻ ചോദിച്ചു x minus x1 by a equal to y minus y1 by b z minus okay. ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ അങ്ങനെ ആക്കാൻ പറഞ്ഞാൽ അങ്ങനെ ആക്കണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ x1ന്റെ അവിടെ നമ്പർ വരാം. x1 y1 z1ന്റെ അവിടെ ഒരു നമ്പർ വരും. ഓക്കെ, x അവിടെ തന്നെ ഉണ്ടാവും. x minus 2 ഇങ്ങനെ ഉണ്ടാവും. അടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. y minus 4. ഇങ്ങനെ ഇക്വേഷൻ കണ്ടുകഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഇതൊരു 3Dയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ കാർട്ടീഷ്യൻ ഫോം ആണ് ഇങ്ങനെ. ഡയറക്ഷൻ കോസൈൻ ഓഫ് ദ ലൈൻ ഇങ്ങനെയാണ്. x minus x1 divided by L വരും കേട്ടോ. y minus y1 by L is to m is to n അല്ലേ. അടുത്ത z minus z1 by n. ഡയറക്ഷൻ കോസൈൻ ആക്കാൻ പറഞ്ഞ ഇങ്ങനെ ആക്കണോ? കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആക്കാൻ പറഞ്ഞ നമുക്ക് find the vector and Cartesian equation of the line. Right through 5, 2, minus 4 and which is ഓർമ്മയില്ലേ? അതിന്റെ പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇതാക്കി കൂടെ പോയിന്റിനെ വെക്ടർ ആക്കാൻ അറിയില്ലേ? അപ്പൊ ഇത് ഏന്ന് കൊടുക്കാം? എത്ര ആയിട്ട് പറഞ്ഞു? 5y plus 2j 5y plus minus 4k. b എന്ന് പറഞ്ഞ വെക്ടർ എത്രയാണ്? 3i plus 2j minus 8k. നമുക്ക് r എന്ന് പറഞ്ഞ വെക്ടർ
വെക്ടർ എഴുതി പോലെ ആ ആർ ഈസ് ഈക്വൽ ടു എന്താ a plus b ലാംഡ ബി. ഓക്കെ, lambda. ഇതില്ലേ ആ ഇത് ടോട്ടൽ ആയിട്ടൊരു വെക്ടറാണ്. ആ ഇതിനെന്താ നോക്കണ്ടെന്ന് അറിയോ? ഇത് അതിന്റെ കമ്പോണന്റ് ഒരുമിച്ചിട്ട് ചെയ്താ ആ 5 പ്ലസ് 3 ഫസ്റ്റ് ലാംഡ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ആ 3 ലാംഡ ആയി ലാംഡ വെച്ച് 8 ലാംഡ കെ. അതിന്റെ കമ്പോണന്റ് ഒരുമിച്ചിട്ട് ചെയ്താ അത് 5 പ്ലസ് 3 ലാംഡ ആയി 2 plus 2 lambda j. പിന്നെ My minus plus minus 4 minus 8 lambda. ആ ആറെന്ന് വെച്ചാൽ xi പ്ലസ് j പ്ലസ് zk ആണ്. ഓക്കെ, ആ ആ ഇതും ഇത് ഇക്വേറ്റ് ചെയ്യാം. പുതിയ xi ഈക്വൽ ടു 3 ലാംഡ. ആ 3 ലാംഡ ഐയും ഐയും കട്ടായി പോകും. ഇങ്ങനെ വരും x ഈക്വൽ ടു 5 പ്ലസ് 3 ലാംഡ. ലാംഡ x മൈനസ് 5 ബൈ 3 അല്ലേ ലാംഡ. ആ പിന്നെ അതേപോലെ വൈൻ്റെ കണ്ടുപിടിക്കും. ഓക്കെ, മനസ്സിലായോ? ആ മനസ്സിലായി. y minus 2 പറഞ്ഞോ. y minus 2 by 2. ഓക്കെ, ശരി. ലാംഡ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയല്ലേ? ആ നമ്മള് ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായില്ല. കാർട്ടീഷ്യൻ ഫോം ആക്കാനാണ് ആ ഫസ്റ്റ് വെക്ടർ ഫോമിലാക്കാൻ പറഞ്ഞത്. അത് നമ്മൾ ആക്കിയിടാം. ആ രണ്ടാമത് കാർട്ടീഷ്യൻ. എങ്ങനെ ആക്കാം? ലാംഡ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ വലിയൊരു ലാംഡ തന്നെയല്ലേ? ആ z കിട്ടിയില്ലേ? ആ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസി അല്ലേ? ആ ആ അടുത്തൊരു പ്രോബ്ലം ഇതാണ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ഇവിടെ നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. രണ്ട് ലൈൻ ഉണ്ട്, അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. നമ്മളെ മറ്റേ വെക്ടറിലെ പഠിച്ച ഇക്വേഷൻ തന്നെയാ? അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. ഓക്കെ, ആ വെക്ടറിൽ നമ്മൾ എന്താ പഠിച്ചത്? a ഡോട്ട് b ഡിവൈഡ് ബൈ മോഡ് ഇല്ലേ? ആ പക്ഷെ അവിടെ എന്താ ഒരു ഇതല്ലേ, ഒരു വെക്ടറിന്റെ ആംഗിൾ അല്ലേ? ആ ഇത് രണ്ട് ലൈനിന്റെ ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ആ ഇപ്പൊ രണ്ട് ലൈന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 വരും. ഓക്കെ, ഹലോ. ആ പിന്നെ അടിയിൽ എന്താക്കണം? ഇപ്പൊ ആംഗിൾ
ഇത് എന്താക്കണം ലാസ്റ്റ് കോസ് ഇൻവേഴ്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ആ ഇനി 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ എന്തായിരിക്കും? തീറ്റ 90 ഡിഗ്രി വരും. അതായത് 90 ഡിഗ്രി. അപ്പൊ ഈ അടിയത്തെ ഭാഗം എന്തായാലും ഇത് വരൂല 0. അപ്പൊ മുകളിലത്തെ ആ എന്തായാലും 0 ആയിരിക്കും. ഓക്കെ. ആ രണ്ടാമത്തെ കേസ് എന്താ? പാരലൽ അങ്ങനെയാണെങ്കിൽ തീറ്റ 0 ആണ്. തമ്മിൽ ആംഗിൾ എത്ര? 0. അപ്പൊ അതായത് a1 by a2 equal to b1 by b2 is equal to c1 by c2. ഇത്രയും ഉം. ആ ഇത് ആംഗിൾ ബിറ്റ്വീൻ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ എങ്ങനെ ഉണ്ട്? r is equal to a1 plus lambda b1 ആണ്. ഇതൊരു വെക്ടർ കാരണം. ഇനി അടുത്ത r എന്ന് വെച്ചാൽ a2 plus lambda b2. രണ്ട് വെക്ടറാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. cos theta is equal to b1 dot b2 divided by mod b1 mod b2. B2. b1 ആ മാത്രം നോക്കിയാൽ ഓക്കെ. ഇതിനെങ്ങനെ കാർട്ടീഷ്യൻ ഫോമിലാക്കാം? x minus x1 by a1 equal to ഇതിന്റെ കാർട്ടീഷ്യൻ ഫോം y minus y1 by y1 by b1 z minus z1 by c1. ഇനി ഇതിന്റെ x minus ഇതിന്റെ പറഞ്ഞ x minus x2 by a2 y minus y2 by b2. ഉം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെല്ലാം എഴുതിയാ? ഇല്ല ഒരു മിനിറ്റ്. ആ ശരി. find the angle between pairs of length. Pairs of length ജോഡികളാണ് കേട്ടോ. ആ a1 by y minus 2j plus നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതില്ലേ? ആ അതുകൊണ്ടല്ലേ ഇവിടെ u കേട്ടോ. ആ അപ്പൊ ഇതിന്റെ
ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്താക്കിയാൽ മതി? B1 ഉം B2 നോക്കിയാൽ മാത്രം നോക്കാം. B1 എത്ര? ഇക്വേഷൻ എന്താ? മോഡ് B1 B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 B2. ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഐ ഡോട്ട് ഐ മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഇതാക്കി 1 ഇൻറ്റു 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2. ഓക്കെ, ഡെയിലി റൂട്ട് ഓഫ് വെച്ചിട്ട് ചെയ്യാം. So 3 plus 4 plus 4 divided by 1 square plus ഇത് 6 ആണ്. ഇത് അവിടെ ഉള്ളേ ഓക്കെ, 2 6 ആ ഇല്ല ഇവിടെ 2 ആണ്, ഇവിടെ 6 ആണ്. ഇല്ലേ, ഇത് 12. ഇങ്ങനെ തന്നിട്ട് കാപ്പി ഷോപ്പ് പോകുമ്പോൾ അറിയില്ല. ഇത് മറ്റേ കാപ്പി ഷോപ്പ് വന്നിട്ട് ഇങ്ങനെ ആക്കാനും അറിയില്ല. x minus x1 by ഇതെന്താക്കണം, ലാംഡ ഒരുമിച്ചിട്ട് എഴുതിട്ട് അപ്പുറം ഇപ്പുറം ഇക്വേറ്റ് ചെയ്തിട്ട് അപ്പുറം കൊണ്ടപ്പോയാൽ ലാംഡ ഫുള്ള് കണ്ടുപിടിച്ചാൽ ഇതിൽ ന്യൂ കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പെയർസ് ഓഫ് ദ ലൈൻ. ഒരു കാപ്പി ഷോപ്പ് ഇതിനെങ്ങനെ മറ്റെങ്ങനെ ആക്കാം? ഓക്കെ, അപ്പൊ ശരിക്കും എക്സ് മൈനസ് എക്സ് വൺ ആണ് വേണ്ടത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് -3. ഇവിടെ എന്ത് വരും? +2 -3k. ഓക്കെ അല്ലേ? ലാംഡ ഇൻറ്റു ബി എന്ന് വെച്ചാൽ അടിയിൽ വരും. അപ്പൊ കാർട്ടീഷ്യൻ തന്നിട്ട് മറ്റേ ഡയറക്ഷൻ ഇതാക്കാനും അങ്ങനെ മാറി മാറി ചോദിച്ചാൽ ഇതാണ് അടിയിൽ എങ്ങനെ വരും?
One I plus I minus I No? 4j No? plus 5 U into 1 I plus j plus 2k. നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇതല്ലേ പേര്. നമുക്ക് മുകളിൽ എത്ര കിട്ടും? 60 250 260 ഇതെന്ത് ചെയ്യും? 2 into 20 ആദ്യം അനുസരിച്ച് റീഅറേഞ്ച് ചെയ്യണം. എൻട്രൻസിൽ ഇങ്ങനെ തീറ്റ is equal to cos inverse 60. ആണെങ്കിൽ 4 into 3 ആക്കിയിട്ട് 4 വേണം പുറത്തേക്ക് എടുക്കാം. ഇത് ഇമ്പോർട്ടൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ രണ്ടും പെർപെൻഡിക്കുലർ വരച്ച് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കേട്ടോ. അതായത് സ്ക്യൂ ലൈൻസ് എന്ന് പറയും കേട്ടോ. സ്ക്യൂ ലൈൻസ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കേട്ടോ. r is equal to a1 plus lambda b. r is equal to a2 plus b equal അതിന്റെ ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കും. ഫൈനൽ ഇക്വേഷൻ ആണ് എഴുതാം. b1 cos b2 cos കൊടുക്കാണ്. a2 cos a1
ഈ സാധനത്തിന്റെ മോഡ് V1 V2 എഴുതാനാ നമുക്ക് അതിന് ക്രോസ് V1 ആക്കി ആൻസർ തെറ്റി. ഓക്കെ ഓക്കെ അടുത്ത ഇതിന്റെ ഒരു കേസ് ആയിട്ട് ഒരു ഇക്വേഷൻ വരുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ചെറിയ വ്യത്യാസമുണ്ട്. B2 ഉണ്ടാവില്ല. B1 B2 പാരലൽ ഇങ്ങനെ വരും കേട്ടോ. B2 ക്രോസ് ആണ്. ഇത് A2 ക്രോസ് A1 ആ A2 മൈനസ് A1 അല്ല A2 മൈനസ് A1 അടിയിൽ മുകളിൽ A2 ക്രോസ് A1. ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്താ തന്നെ A2 മൈനസ് ആണ് കേട്ടോ. ഡെറിവേഷൻ എഴുതിയിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ. ഇതിലെന്തൊരു B ക്രോസ് A2 മൈനസ് A1 ഇത് രണ്ടേ ചോദിക്കാനുള്ളൂ മെയിനായിട്ട്. ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് എഴുതിയാ find the shortest distance between the line L1 and L2 plus vector equation is equal to I plus J plus lambda into 2I minus J plus K. രണ്ടാമത്തെ ലൈൻ ഇക്വേഷൻ R is equal to J plus J minus K plus U into 3I minus K plus 2K. രണ്ട് ഇക്വേഷൻ നമുക്ക് ഇതിന് ഈ B1 B2 സെയിം ഡിഫറെന്റ് അല്ല അന്ന്. അതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഫസ്റ്റത്തെ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു B1 plus dot A2 divided cross B2 A2 minus A1 divided by ഇവിടെ ഡോട്ട് ആണ്. dot പ്രോഡക്റ്റ് എടുക്കുന്നത്. പിന്നെ divided by ഇത് നമുക്കൊരു വെക്ടർ കിട്ടാം. ഇവിടെ ഒരു വെക്ടർ കിട്ടും. എന്നിട്ട് ഇത് രണ്ട് ഡോട്ട് എടുക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും. ഡിസ്റ്റൻസ് നമ്പർ കിട്ടുന്നുണ്ട്. ഇത് മോഡ് എടുക്കുമ്പോൾ ഇതിന്റെ മോഡ് എടുക്കുമ്പോൾ അടിയിൽ നമ്പർ കിട്ടും. ഇത് B1 എത്ര? B1 2 3I minus 5J plus 2K. A2 minus A1 കണ്ടുപിടിക്കും. ഇതിൽ നിന്ന് ഇത് കുറച്ചോ.
B1 ക്രോസ് B2 തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ തെറ്റും. ആ എല്ലാവർക്കും ആ ആൻസർ തെറ്റുന്നു. എന്താ? കിട്ടിയോ? B1 അടിയങ്ക ക്രോസ് A2 മൈനസ് A1 എത്ര കിട്ടി? A2 minus A1 I minus K. ആ, okay. ഇതൊട്ടും I dot I 3 into 3 into 1. 3I minus J minus 7K. എത്ര? രണ്ട് ഇതിന്റെ ദൂരം എത്ര? 10/15. ഇത് എത്ര കിട്ടി? B1 ക്രോസ് B2. 3I minus J minus 7K. ആ, ഇതന്നെ കിട്ടിയിട്ടില്ലേ? ആ കിട്ടി. ചെയ്തതിന് ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? ആ ആ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയില്ലേ? ഇവിടെ ആ ജെ ഇപ്പുറം ഇല്ലാത്തോണ്ട് 0 ആയി പോകട്ടെ. ആ ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് എടുക്കണം, കാരണം ഡിസ്റ്റൻസ് ആ മോഡ് വരും. ആ 10/15 അതാണ് അതിന്റെ വാല്യൂ. 10/. അടുത്ത ദിവസത്തിലേക്ക് പോവാം. ആ Find the distance between the line. L1 and L2 given by R equal to I plus J minus 4K plus lambda into 2I plus J plus U into 2I plus J plus 6K. Okay, ഇങ്ങനെ ക്വസ്റ്റ്യൻ ആ ആ ഇതിലെന്താ പ്രശ്നം? സെയിം ആണ് ബി. സെയിം ഉണ്ട്. അപ്പൊ ഇത് മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഫസ്റ്റത്തെ ഇക്വേഷൻ, നേരത്തെ ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ആണ്.
രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കണ്ടേ? ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ സംഭവിക്കുക? ഈ ഡിറ്റർമിൻ v1 ക്രോസ് v2 അല്ലേ? ആ അപ്പൊ ഡിറ്റർമിനന്റ് ഒരു പ്രോപ്പർട്ടി ഇല്ലേ? സെയിം നമ്പർ രണ്ടു വട്ടം വന്ന് 0 ആയി പോകും. ആ അപ്പൊ ആള് 0 ആയി പോകും. അതുകൊണ്ടാണ് സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ആളത് ദൂരം ഉണ്ട് എന്നിട്ട് 0 കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ഇതാവൂല. ആ അപ്പൊ ഏത് ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഇക്വേഷൻ പറഞ്ഞു. v1 b ഇൻറ്റു b into a2 minus a1 by b ക്രോസ് ആണ് b cross ഡിവൈഡ് ബൈ മോഡ്. mod. സിമ്പിളല്ലേ? ആ ഇവിടെ a1 a2 മൈനസ് a1 കണ്ടുപിടിക്കാം. 3 മൈനസ് a1 എത്ര കിട്ടും? 3 മൈനസ് 1 പ്ലസ് 3 മൈനസ് 2 5 മൈനസ് 2i plus j minus 9k. അല്ലല്ല പ്ലസ് ആയിട്ട് മൈനസ് k. ഇതിങ്ങനെയല്ലേ വരാം? മൈനസ് 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 ഓക്കെ ഓക്കെ മൈനസ് പ്ലസ് ആയിട്ട് എന്താ? k. മൈനസ് കെ. b2 3 2i plus ക്രോസാണ്. ആദ്യം ചെയ്തു. a2 മൈനസ് ജെക്ക് ഫസ്റ്റ് ബി ആന്ന് എഴുതണ്ടേ? അല്ലെങ്കിൽ ആൻസർ തെറ്റുക. എത്ര? b 236 236 21 1 minus 1. ഇത് സോൾവ് ചെയ്യണം കേട്ടോ. അടിയിലെന്താ? മോഡ് ബി 236 അല്ലേ? അപ്പൊ മുകളിലത്തത് എന്താക്കണോ? ഇത് നമുക്ക് ഡിസ്റ്റൻസ് ആണല്ലോ. അത് ഇതാക്കണോ? സ്ക്വയർ ചെയ്യാം. 7 ഓക്കെ.